ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? ഭയങ്കര മഴയാണ് നാട്ടിലെ പോലെ തന്നെ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ 2-3 ദിവസമായിട്ട് മഴയുണ്ട്, കാറ്റുണ്ട്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് എല്ലാം ശാന്തമായി പഴയ രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ. ആർക്കും നാശനഷ്ടങ്ങളോ ജീവനാപത്തോ ഉണ്ടാകാതിരിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആണ്. കുറച്ച് മടി പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. എനിക്കും സാധാരണ എല്ലാവരെയും പോലെ തന്നെ മടിയുള്ള ദിവസങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ രാത്രിയിൽ കുഷ്യൻ എടുത്ത് അകത്ത് വെച്ചതായിരുന്നു. ഭയങ്കര മഴയായതുകൊണ്ട് ബാൽക്കണിയിലെല്ലാം വെള്ളം വീഴും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഷ്യൻ നനഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്ത് അകത്ത് വെച്ചിരുന്നൊന്ന് രാവിലെ ആയപ്പോൾ തിരിച്ചെടുത്ത് വെക്കുകയാണ്. ദിനമാണെങ്കിൽ ഒരു 5:30 ആകുമ്പോൾ എണീക്കും കേട്ടോ, ജിമ്മിൽ പോകേണ്ട ദിവസങ്ങളിൽ. ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ജിമ്മില്ലാത്തത്. അപ്പം ഒരു 5:30 ആകുമ്പോഴത്തേക്കും എണീറ്റ് റെഡിയായി കുടിക്കാനുള്ള വെള്ളം ഒന്ന് ജസ്റ്റ് ചൂടാക്കി കുപ്പിയിലേക്ക് ഒഴിച്ചെടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ദിനം എണീറ്റ് കുറച്ച് കഴിഞ്ഞ് ഞാൻ എണീക്കാറുള്ളൂ. അപ്പോൾ ദിനം എണീക്കുമ്പോൾ തന്നെ മുട്ട പുഴുങ്ങാനിടും, അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാനായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്കും കുറച്ച് ജോലിയൊന്ന് ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഈ കുക്കർ പ്രസ്റ്റീജിൻ്റെ കുക്കറാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 3 ലിറ്ററിൻ്റെ 5 ലിറ്ററിൻ്റെയും കുക്കറിന് ഓരോ കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറാനായിട്ട് ഇരുന്ന സമയത്താണ് പ്രസ്റ്റീജിൻ്റെ ഒരു ഓഫർ കണ്ടത്. പഴയ കുക്കറോ അല്ലെങ്കിൽ പഴയ പാത്രങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 30% ഓഫർ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആ 2 കുക്കറും കൊടുത്തിട്ട് 3 ലിറ്ററിൻ്റെ 5 ലിറ്ററിൻ്റെയും കുക്കർ വാങ്ങി. അപ്പം ഒരു കുക്കറിന് 30% ഓഫർ വെച്ചിട്ട് അപ്പോൾ നമുക്ക് പൈസ കുറവിൽ തന്നെ കുക്കർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 കുക്കർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ലിറ്ററിൻ്റെ കുക്കറിൽ ഞാനിന്ന് കടലക്കറി വയ്ക്കാനായിട്ട് പോവാണ്. ഈ ഒരു കടലക്കറിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. 1 കപ്പ് കടല കുതിർത്തതിലേക്ക് 2 സവോള അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ അത് ചേർക്കുന്നുണ്ട്. അതിന് പകരം മീറ്റ് മസാലയും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എപ്പോഴും കടലയുടെ മേളിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം. അപ്പം ഞാൻ ഫ്ലെയിം കത്തിച്ച് കുക്കർ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്യണം. അതിനുശേഷം സിമ്മിലേക്ക് ഇട്ടിട്ട് ഒരു 20-25 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അത് അവിടെ ഇരുന്നൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇത് അപ്പത്തിന് ഞാൻ തലേന്ന് അരച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പത്തിൻ്റെ മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ അപ്പം ചൂടാറാകുമ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് കടലക്കറിക്ക് വേണ്ട തേങ്ങയൊന്ന് അരയ്ക്കണം. അതിനായിട്ട് ഞാൻ തേങ്ങ ഓൾറെഡി ചിരണ്ടിയിട്ട് ഫ്രീസറിൽ സിപ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു 7-8 ടേബിൾ സ്പൂണോളം വേണം കേട്ടോ. എന്നിട്ട് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ്സ് ചൂടാക്കും. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് നമ്മുടെ തേങ്ങ റൂം ടെമ്പറേച്ചറിലേക്ക് വരും. അതിനുശേഷം നമ്മളിതൊന്ന് അരച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ആ തേങ്ങയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പേസ്റ്റാക്കി അരച്ചെടുത്തത് നമ്മൾ കടലക്കറിയിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ വേറൊന്നും നമ്മളിനി കടലക്കറിയിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി എന്ന് പറയുന്നത് തക്കാളിച്ചോറാണ് കേട്ടോ. അപ്പോൾ തക്കാളിച്ചോറ് ഉണ്ടാക്കാനായിട്ടുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഞാൻ നോക്കിയപ്പോൾ തക്കാളിച്ചോറാണ്. തക്കാളി മാത്രമാണ് പച്ചക്കറികളിലുള്ളതും. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് എന്തായാലും ലഞ്ച് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉരുളി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ആ വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലെല്ലാം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് തന്നെയാണ് കേട്ടോ തക്കാളിച്ചോറ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം, നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു സവോള നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സവോളയും കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പച്ചമുളക് വരെ ചേർക്കാം. അപ്പോൾ നമുക്ക് എരിവ് അത്ര വേണ്ട, അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഞാൻ കലക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്ന് തിളച്ച് ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം. ആ തേങ്ങയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറി വരണം. ഈ ഒരു സമയം കൊണ്ട് സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 4 പഴുത്ത തക്കാളി അരിഞ്ഞാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് വലിയ തക്കാളിയാണെങ്കിൽ, പുളിയുള്ള തക്കാളിയാണെങ്കിൽ 3 മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 തക്കാളി എടുക്കുക. ഇനി പുളി ഒത്തിരി വേണം എന്നുള്ളവരാണെങ്കിൽ 5 തക്കാളി വരെ എടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യണം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടലക്കറി ഏകദേശം ഇവിടെ കുറുകി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കടുക് വറുത്തിടാം. അപ്പോൾ കടുക് വറക്കുമ്പോൾ സാധാരണ പോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, കടുക്, അതിൻ്റെ കൂട്ടത്തിൽ അല്പം ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതിയാകും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കടലക്കറിയാണ് കേട്ടോ. അങ്ങനെ ദിനു ജിമ്മിൽ പോയിട്ട് വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് പാത്ത് ഉറക്കമൊക്കെ എണീറ്റ് വന്നു. അപ്പം നല്ലപോലെ ഉറക്കമൊക്കെ തെളിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നല്ല മൂടാണ് ആള്. അപ്പോൾ എണീക്ക് കിടക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദിനുവിനെ എണീപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പം നിങ്ങൾ നോക്കുക കേട്ടോ, എരിവോ ഉപ്പോ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന 2 കപ്പ് ചോറാട്ടോ ചേർക്കുന്നത്, നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായി മാത്രമായിട്ട്. അപ്പോൾ ആ 2 കപ്പ് ചോറ് ഇപ്പോൾ ഏത് അരിയുടെ ചോറാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പം വീട്ടിൽ നമ്മൾ ചോറ് വെച്ചിട്ട് മിച്ചം വന്ന ചോറ് വെച്ചിട്ട് വേണമെങ്കിലും തക്കാളി ചോറ് ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് അരിയാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള അരി വെച്ച് തന്നെ ഈ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന 2 കപ്പ് റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ചിലർക്ക് ഈ തക്കാളിച്ചോറ് കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വിട്ട് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കുക്കിങ്ങിൻ്റെ ടൈം തീരുമാനിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇത്തിരി ഒന്ന് കുഴയണം, എന്നാൽ ഒരുപാട് കുഴഞ്ഞും പോകരുത്, ആ ഒരു ടൈപ്പിലാട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തക്കാളിച്ചോറ് എന്തായാലും റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിടാം. ചിലർ പുതിനയില ഇടാറുണ്ട്, നമുക്ക് അപ്പോഴത്തേക്കും ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഞാൻ പുതിനയിലയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, മല്ലിയില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്ക് എടുക്കേണ്ട സമയത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിയാകും. അപ്പോഴത്തേക്കും ദിനു പാത്തുവിനെ കൊണ്ടുപോയി ഒന്ന് പല്ലൊക്കെ തേപ്പിക്കുക കേട്ടോ. നല്ല പാടാണ് അവളെ ഒന്ന് പല്ല് തേപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ദിനു ആ സമയത്ത് പല്ല് തേപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. ഇനിയിപ്പോൾ പാത്തുവിന് ഞാൻ ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് അപ്പവും കടലക്കറിയും തന്നെയാണ്. അപ്പം ടിഫിൻ ബോക്സിൽ വെക്കാൻ പാകത്തിന് കുഞ്ഞു അപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ കോയൻ ദോശ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഇതിൽ ആ ഒരു ഹോൾസൊക്കെ വന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാണ്. ഇത് ഞാൻ മറിച്ചിടുന്നില്ല, ഇങ്ങനെ തന്നെ മൂടി വെച്ച് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കത് അവളുടെ ലഞ്ച് ബോക്സിലേക്ക് മാറ്റാം. അങ്ങനെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ചും കൂടെ അപ്പം ചുട്ടിട്ട് അവൾക്ക് കഴിക്കാനും കൊടുക്കണം. അങ്ങനെ അപ്പം റെഡിയായി പാത്തുവിനെ കഴിക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ടയും കൊടുത്തിട്ടുണ്ട്. മുട്ടയുടെ ഉണ്ണി കഴിക്കത്തില്ല, വെള്ളം മാത്രമേ കഴിക്കുകയുള്ളൂ. പൊരിച്ചു കൊടുത്താൽ മാത്രമേ അത് ഫുള്ളായിട്ട് കഴിക്കുകയുള്ളൂ. അപ്പം അവൾ കഴിക്കുന്ന ഒന്നും അങ്ങ് റെഡി ആവാത്തതുകൊണ്ട് ഞാൻ പിന്നെ പോയി നിന്ന് അവൾക്ക് ഫുഡ് കൊടുത്തു. അതിനുശേഷം പിന്നെ അവൾക്കുള്ള ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പവും കടലക്കറിയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് അവൾക്ക് ചോക്കോ പൈ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കാഷ്യൂനട്ടുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് വാങ്ങുന്നത് കൊടുത്തു വിടും. അപ്പോൾ പിള്ളേർക്കൊരു ഇഷ്ടമാണല്ലോ. പ്രത്യേകിച്ച് ഇവർക്ക് ഈ ഒരു ബോക്സ് ഉച്ചയ്ക്ക് തുറക്കാനായിരിക്കും ഏറ്റവും ഇഷ്ടം, ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ ചില ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് കൊടുത്തു വിടും, വീട്ടിലുണ്ടാക്കുന്നത് കൂടാതെ. അതുപോലെ എന്നും കാഷ്യൂനട്ടും കൊടുത്തു വിടും. കാരണം നട്ട്സ് ഇവൾ പൊതുവേ കഴിക്കാറില്ല, ആകെപ്പാടെ കാഷ്യൂവാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു 4-5 കാഷ്യൂനട്ടും കൊടുത്തു വിടും. ഇനിയിപ്പം ലഞ്ച് ബോക്സൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് അപ്പം ആയതുകൊണ്ട് തന്നെ സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ടില്ല.
ഇനിയിപ്പോൾ നമുക്കുള്ള അപ്പം ഒന്ന് ചുട്ടു വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അപ്പവും ദോശയൊക്കെ ചുടുന്ന സമയത്ത് മാവ് കോരി ഒഴിക്കുമ്പം നമ്മുടെ സ്റ്റൗവിലും കിച്ചൺ സ്ലാബിലും ഒക്കെ വീഴാറുണ്ട്. അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കോരി എടുക്കുന്ന മാവ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കോരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് വൃത്തികേടാകാതെ കിട്ടും. അങ്ങനെ അപ്പമൊക്കെ ചുട്ട് വെച്ചിട്ട് പാത്തൂസിനെ റെഡിയാക്കി യൂണിഫോം ഒക്കെ ഇടിയിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ആ ഒരു വഴക്കൊന്നും ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഇട്ടില്ല കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ പറയും ഞാൻ ഇന്ന് പോകുന്നില്ല എന്നൊക്കെ. പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആൾ ഓക്കെ ആവും. ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം, അമ്മ കരയരുതേ, അമ്മ ഗേറ്റിൽ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ എന്നോട് പറയും കേട്ടോ. അങ്ങനെ ധൃതി വെച്ച് വണ്ടി വരാറായി അപ്പോഴത്തേക്കും അവളെയും കൊണ്ട് പോവാണ്. എവിടെ പോവാ? ബസ്സിൽ സ്കൂളിൽ പോവാണോ? സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നത് ടീച്ചർ? ABCDയോ? പിന്നെ നാളെ സ്കൂളിൽ പോകത്തില്ല? ഓക്കെ, ഇന്ന് പോയാൽ മതി കേട്ടോ. അങ്ങനെ പാത്തുവിനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ദിനു ഇന്ന് നേരത്തെ പോയിട്ടില്ല. ഇന്നൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ചെന്നിട്ട് വേണം ദിനുവിൻ്റെ ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും ദിനു അപ്പവും കടലക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. തക്കാളി ചോറും അതുപോലെ തന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കടലക്കറിയും കൂടിയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അത് മതിയാകും ഇന്ന് ഉച്ചക്കത്തേക്കിന്. അതേപോലെ നമുക്ക് എല്ലാവർക്കും ഓരോ ദിവസവും ഓരോ മൂഡായിരിക്കും അല്ലേ. ഇപ്പം ചില ദിവസങ്ങളിൽ നമ്മൾ ആക്റ്റീവായിട്ടിരുന്നാൽ ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല മടിയും ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളത്. അപ്പം എല്ലാ ദിവസവും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാലും ശരിയാവത്തില്ലല്ലോ. അങ്ങനെ ചില ദിവസങ്ങളിൽ എനിക്കും മടി പിടിക്കാറുണ്ട് എല്ലാവരെയും പോലെ. അപ്പോൾ എല്ലാവർക്കും എല്ലാ നല്ല ഗുണങ്ങളും ഒരുപോലെ കിട്ടണമെന്നില്ല. ഇപ്പോൾ എനിക്കില്ലാത്ത പല ഗുണങ്ങളും നിങ്ങളിൽ പലർക്കും ഉണ്ടാകാം, അതുപോലെ നിങ്ങളിലില്ലാത്ത പല ഗുണങ്ങളും എനിക്കും ഉണ്ടാകാം. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരാളെ പോലെ എല്ലാം ചെയ്യാൻ കഴിയണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നോ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ ദിനു ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി. ദിനു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദിനുവും കൂടെ പോയിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ദിനുവും കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കഴിക്കാനായിട്ടിരുന്നു അപ്പവും കടലക്കറിയും അതുപോലെ തന്നെ മുട്ടയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിച്ചിട്ട് ഇനി കുറേ പണികൾ കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ക്ലീനിങ് പരിപാടിക്കൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം എല്ലാ ദിവസവും ഒക്കെ ക്ലീനിങ് നമുക്കും മടിയാവും. ചില ദിവസങ്ങളിൽ നമുക്കും വേണ്ടേ ഒരു ചേഞ്ച്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ക്ലീനിങ്ങിനൊന്നും പോകുന്നില്ല. പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. പിന്നെ ഈ കുക്കറിൻ്റെ അടപ്പൊക്കെ കഴുകുമ്പോഴേ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നത് നമുക്കൊരു ചെറിയ ബ്രഷ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് നമ്മുടെ കുക്കറൊക്കെ കിട്ടും. അതുപോലെ ഏത് പാത്രത്തിനിടയ്ക്കാണെങ്കിലും കയറുന്നത് ഇങ്ങനെ നമുക്ക് ഓരോ ബ്രഷൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല വൃത്തിയായിട്ട് ഇടും. അതുപോലെ ചിലർ വാഷറൊന്നും ഊരി കുക്കറിൻ്റെ അടപ്പ് കഴുകാറില്ല. അപ്പോൾ വാഷറൊക്കെ ഊരി കുക്കറിൻ്റെ അടപ്പൊക്കെ ഒന്ന് കഴുകി വാഷറൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ കുക്കറൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ അത് കുക്കറൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ബാക്കി എല്ലാ പാത്രങ്ങളും കഴുകണം. അങ്ങനെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞപ്പം പിന്നെ പാത്തൂസിന് ഉച്ചക്കത്തേക്കിന് ഞാൻ കഞ്ഞിയും പയറും വെക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്കും രാത്രിയിലും അവൾ കഴിച്ചോളും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി. അപ്പം തക്കാളിച്ചോറാണെങ്കിൽ അവൾ ഇന്ന് കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ കഞ്ഞി വെക്കുകയാണ്. അപ്പോൾ കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഹാപ്പിയാകും. അപ്പോൾ കുറച്ച് അരിയും അതുപോലെ തന്നെ ചെറുപയറും കൂടെ ഒന്നിച്ചിട്ട് ഒരു 7-8 വിസിൽ വരുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ കഞ്ഞിയും പയറും റെഡിയായി. അതുപോലെ കുറച്ചുകൂടെ വെള്ളം കുടിക്കാനായിട്ടുള്ളത് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുക്കളയെല്ലാം നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. സ്ലാബൊക്കെ തുടച്ചു. കാരണം അടുക്കള എപ്പോഴും നീറ്റായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ അടുക്കള നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് തൂത്തിട്ട് നിരന്ന് കിടന്ന സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഫേസ്ബുക്കിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.